വണക്കം മക്കളെ വണക്കം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പറയുമ്പോൾ എൻ്റെ ഈ ബോഡി ബിൽഡിംഗ് ജേണിയിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി വന്നിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മസിലിൽ ഒരു കാര്യവും ഇല്ല. ആകെ കിട്ടുന്ന പറയുമ്പോൾ ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നും, അത്രേ ഉള്ളൂ സംഭവം. ഇത് പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറയുന്ന മസിൽ ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പോൾ ഒന്നാമത് പറയുമ്പോൾ സ്ട്രെങ്ത്. നമ്മൾ ഈ മസിൽ ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ നമ്മൾ ഐസൊലേഷൻ മൂവ്മെന്റ്സ് അല്ല ഐസൊലേഷൻ വർക്കൗട്ട്സ് ആണ് കൂടുതലും ചെയ്യാറ് ഫോർ ബെറ്റർ മൈൻഡ് മസിൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നാലേ മസിൽ ഗ്രോ ചെയ്യത്തുള്ളൂ. ബട്ട് കൂടുതൽ പേരും ഈ കോമ്പൗണ്ട് ലിഫ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ കോമ്പൗണ്ട് ലിഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ലിഫ്റ്റ് അല്ല ഈ വർക്കൗട്ടുകൾ ആരും ചെയ്യാറില്ല. എല്ലാവരും ചെയ്യത്തില്ല എന്നല്ല പറയുന്നത്, ചെയ്യുന്നവരുണ്ട്. ബട്ട് കൂടുതൽ പേര് ഈ മസിൽ ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ട് ഇവർ കൂടുതൽ ഐസൊലേഷൻ വർക്കൗട്ട്സിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഈ ഐസൊലേഷൻ വർക്കൗട്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു മസിലിനെ ഐസൊലേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഫോക്കസ് ചെയ്ത് ആ മസിലിനെ മാത്രം എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ടുകൾ അതിനെയാണ് ഐസൊലേഷൻ വർക്കൗട്ട് എന്ന് പറയുന്നത്. ഐസൊലേഷൻ വർക്കൗട്ട് എന്ന് പറയുന്നത് അതിനകത്ത് ഈ ഡ്രോപ്പ് സെറ്റ്, ഈ സൂപ്പർ സെറ്റ് വർക്കൗട്ട്, വെയിറ്റ് കുറച്ച് വിറപ്പ് കൂട്ടി അടിക്കുക, അങ്ങനെയൊക്കെയുള്ള ഓരോ രീതികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ലതാണ്, ചെയ്തതെന്ന് ഞാൻ പറയത്തില്ല. ബട്ട് ഈ കോമ്പൗണ്ട് ലിഫ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ സ്ട്രെങ്ത് ഇൻക്രീസ് ആവും. ഈ കോമ്പൗണ്ട് ലിഫ്റ്റ് എന്ന് പറയുന്ന വർക്കൗട്ടുകൾ എന്ന് പറയുമ്പോൾ ഈ ബെഞ്ച് പ്രസ്, ബാർബിൾ റോസ്, ഡെഡ് ലിഫ്റ്റ്, ബാർബിൾ സ്ക്വാട്ട്, ബാർബിൾ ഷോൾഡർ പ്രസ്, ബാർബിൾ ബൈസെപ്പ് കേൾ, ഇങ്ങനെ കുറച്ച് വർക്കൗട്ട്സ് ഒക്കെ ഉണ്ട്. ഇതേ വരും പലരും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ബെഞ്ച് പ്രസ്സിന് പകരം ഡംബിൾ പ്രസ് ചെയ്യുന്നത് തെറ്റെന്നല്ല പറയുന്നത്, എന്നാലും പറയുക. ബെഞ്ച് പ്രസ്സിന് പകരം ഡംബിൾ പ്രസ് ചെയ്യാറുണ്ട്. ഈ ബാർബിൾ റോസിന് പകരം കേബിൾ റോസ് ചെയ്യാറുണ്ട്. ഈ ബാർബിൾ സ്ക്വാട്ടിന് പകരം എക്സ്റ്റൻഷൻ ചെയ്യുന്നവരുണ്ട്. ബാർബിൾ ബൈസെപ്പ് കേളിന് പകരം ഐസൊലേഷൻ കോൺസെൻട്രേറ്റഡ് ഉള്ള ബൈസെപ്പ് കേളുണ്ട്, ഡംബിൾ വെച്ചുള്ള അത് ചെയ്യുന്നവരുണ്ട്. ഈ ബാർബിൾ ഷോൾഡർ പ്രസ്സിന് പകരം സാധാ ഡംബിൾ പ്രസ്സും ആർണോൾഡ് പ്രസ് ചെയ്യുന്നവരുണ്ട്. ഈ മസിൽ ഫോക്കസ് ചെയ്ത വർക്കൗട്ടുകൾക്കൊന്നും സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, ആവുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ കോമ്പൗണ്ട് ലിഫ്റ്റ് ചെയ്യുന്നതിന്റെ അത്രയും ആവത്തില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ഈ കോമ്പൗണ്ട് ലിഫ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്ട്രെങ്ത് എത്രമാത്രം ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന്. ഞാൻ ഈ പറയുന്നത് ഈ കോമ്പൗണ്ട് ലിഫ്റ്റ് മാത്രം വർക്കൗട്ട് ചെയ്യണമെന്നല്ല ഈ പറയുന്നത്. നിങ്ങളുടെ രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്തോ, മസിൽ ഫോക്കസ് വർക്കൗട്ട്, ഐസൊലേഷൻ വർക്കൗട്ട്സ് എല്ലാം ചെയ്തോ. അതിന്റെ കൂടെ ഈ കോമ്പൗണ്ട് ലിഫ്റ്റ് വർക്കൗട്ടുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അത്ര ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ സ്ട്രെങ്ത്തിന് നല്ല ഇമ്പ്രൂവ് ആയിരിക്കും. ഫീലായി ഗൈസ്. നമ്പർ 2 സ്റ്റാമിന. ഈ സംഭവത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണേൽ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഏതെങ്കിലും വെച്ചിരി കുത്തനെ കയറ്റം വല്ലതും ഉണ്ടോ നോക്കുക. ആ കയറ്റത്തിൽ ഞാൻ ഓടാൻ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ നടന്ന് കയറാൻ നോക്കുക. നടന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റാമിനയുടെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന്. പലരും പറയും ഈ കാർഡിയോ ഈ സ്റ്റാമിന വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള മസിലൂടെ പോകുമെന്ന്. ശരിയാണ്, പോകും. പക്ഷെ അത് കാർഡിയോ മാത്രം ചെയ്യുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. ഒരു ട്രെയിനറും ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല കാർഡിയോ ചെയ്യരുതെന്ന്. കാരണം ഈ കാർഡിയോയുടെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാതിരിക്കുന്നതിന്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നത്തില്ല. കുറച്ചുകൂടെ വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഏജ് ആകുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഇത് നെഗറ്റീവ് ഫീൽ ചെയ്യും. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ബ്രീത്തിങ് പ്രോബ്ലം വരികയും എനർജിക്ക് പ്രോബ്ലം വരികയും നടക്കാൻ പറ്റാതെ പെട്ടെന്ന് അണക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ അപ്പോൾ തോന്നും. ഇപ്പോഴും വരും, പക്ഷെ ഇപ്പോൾ നമ്മൾ പിള്ളേരായതുകൊണ്ട് അല്ലെങ്കിൽ ചെറുപ്രായമായതുകൊണ്ട് നമുക്ക് വലിയതായിട്ട് തോന്നത്തില്ല. പക്ഷെ പ്രായമാകും തോറും നമ്മുടെ ബോഡി ഫുൾ വീക്ക് ആയിക്കൊണ്ട് അതനുസരിച്ച് നമുക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങൾ ഡെയിലി രാവിലെ റണ്ണിന് പോകുന്നത് നല്ലതായിരിക്കും. അതിന്റെ കൂടെ ആഴ്ചയിൽ മിനിമം 2 വട്ടമെങ്കിലും നിങ്ങളൊരു ഹൈ ഇന്റൻസിറ്റി കാർഡിയോ വർക്കൗട്ട്സ് ചെയ്യണം. എന്ന് പറയുമ്പോൾ ഈ സ്പ്രിന്റോ കാർഡിയോ വർക്കൗട്ട്സ് ഒക്കെ കുറേ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വർക്കൗട്ട്സ് ഒക്കെ വീട്ടിൽ ഇരുന്ന് ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട്സ് ഒക്കെ കൂടുതലും ചെയ്യാൻ നോക്കണം. എന്ന് പറയുമ്പോൾ ഡെയിലി ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ആഴ്ച 2 വട്ടമെങ്കിലും മിനിമം ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ഹാർട്ടിന് ബെറ്ററാണ്. പിന്നെ നിങ്ങളുടെ ബ്രീത്തിങ് എബിലിറ്റി ഒക്കെ ഇൻക്രീസ് ആവും. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ഈ വർക്കൗട്ട് കാർഡിയോ എല്ലാം കൂടെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള ഫുഡ് കൂടെ ഇൻടേക്ക് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ മയങ്ങി വീഴും. നമ്പർ 3 മൊബിലിറ്റി ഓർ ഫ്ലെക്സിബിലിറ്റി. പലരും പണ്ട് പറയുന്നത്, ഇപ്പോഴും പറയുന്നവരുണ്ട്, ജിമ്മന്മാർക്ക് പുറം ചൊറിയാൻ പറ്റത്തില്ല. ശരിയാണ്, ചൊറിയാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ ഈ ഫ്ലെക്സിബിലിറ്റി മൊബിലിറ്റി ഇല്ലെങ്കിൽ പുറം പോയിട്ട് എങ്ങും ചൊറിയാൻ പറ്റത്തില്ല. മുമ്പേ പറഞ്ഞ 2 കാര്യങ്ങളെ പോലെ തന്നെ ഈ ഫ്ലെക്സിബിലിറ്റിയും മൊബിലിറ്റിയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊന്നും പ്രശ്നം വരത്തില്ല. നിങ്ങൾക്ക് ഇതൊന്നും ഇപ്പോഴേ ഒന്നും പ്രശ്നം വരത്തില്ല. കുറച്ച് ഏജ് ആകുമ്പോഴായിരിക്കും ഇതിനൊക്കെ നെഗറ്റീവ് സൈഡ് മനസ്സിലാക്കാൻ പോകുന്നത്, ഈ ഫ്ലെക്സിബിലിറ്റിയുടെയും സ്റ്റാമിനയുടെയും സ്ട്രെങ്ത്തിൻ്റെ ഒക്കെ. കാരണം ഈ ഏജ് ആകുമ്പോൾ നമ്മുടെ ഈ ജോയിന്റും മസിൽസ് ഒക്കെ കുറച്ച് സ്റ്റിഫ് ആവും. അപ്പോൾ അതനുസരിച്ചുള്ള ഫ്ലെക്സിബിലിറ്റി വർക്കൗട്ടും ചെയ്തില്ലെങ്കിൽ അതിനുള്ള നല്ല പെയിനും കാണും. പെയിൻ വരും. കാരണം ഞങ്ങൾ അമ്മ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കാരണം അമ്മ ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് ജോയിന്റ് പെയിനും ഒക്കെ നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വർക്കൗട്ടും സ്ട്രെച്ചൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അതിനൊരു ആശ്വാസം ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോഴേ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഈ ഹിപ്പിൻ്റെയൊക്കെ മൊബിലിറ്റി ഉണ്ട് മോനെ, അതൊന്നും ഇല്ലെങ്കിൽ പണി കിട്ടും. ആഫ്റ്റർ വർക്കൗട്ട് എന്തായാലും നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ കൂടുതൽ സ്ട്രെച്ച് കൂടെ ആഡ് ചെയ്യുക. കൂടുതൽ ഇങ്ങനത്തെ ഫ്ലെക്സിബിലിറ്റി മൊബിലിറ്റി സ്ട്രെച്ചസ് കൂടുതൽ ആഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ചെയ്യണമെന്ന് ആരും നിർബന്ധിക്കത്തില്ല, ചെയ്താൽ നല്ലതായിരിക്കും. നമ്മൾ ഈ രാത്രി കിടക്കാൻ നേരം ബെഡിൽ നമ്മൾ കിടക്കുമ്പോൾ
ആ ബെഡിൽ കിടന്ന് തന്നെ ഞാൻ സ്ട്രെച്ച് ചെയ്യാറുണ്ട്. സ്ട്രെച്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്യാറുണ്ട്. ഈ ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്യുന്ന ഗുണമെന്ന് പറയുമ്പോൾ ഓൾറെഡി സ്ട്രെച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മസിൽസും ജോയിന്റും ഒക്കെ ഒന്ന് റിലാക്സ് ആക്കുവാണ് സ്ട്രെച്ച് ചെയ്യുന്നതിന്റെ ഗുണം. എൻ്റെ ഒരു ബെനിഫിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ അതാണ്. ഈ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മസിൽസും ജോയിന്റ്സും എല്ലാം റിലാക്സ് ആവും. അപ്പോൾ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഫുൾ ബോഡി സ്ട്രെച്ച് ഒക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മസിൽസ് ഒക്കെ റിലാക്സ് ആവുന്നതുകൊണ്ട് നിങ്ങളുടെ സ്ലീപ്പ് ബെറ്റർ ആവും. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾ അത്യാവശ്യം നല്ല ആക്റ്റീവ് പേഴ്സണും ഇച്ചിരി വയസ്സായാലും നിങ്ങൾ ഇച്ചിരി ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് ഒരു അങ്കിളായിട്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യാം, അങ്കിൾ ഒരു ആൻറ്റി ആയിട്ടൊക്കെ നിൽക്കുകയോ ചെയ്യാം. അതിൻ്റെ കൂടെ നിങ്ങൾ ഹെൽത്തി ആയിരിക്കും. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതിൻ്റെ കൂടെ നല്ല ഹെൽത്തി ഫുഡ്സ് കഴിച്ചാൽ മാത്രമേ അതിൻ്റെ കൂടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇത് മാത്രം കേട്ട് കാര്യമില്ല. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പോയി ചായ മടം തിന്നാൻ പോയി കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ വരും. ഇതുപോലെ തന്നെ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സ്റ്റാമിന, സ്ട്രെങ്ത്, മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഡെയിലി നിങ്ങൾ ഇതിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ഭാവി നല്ല ഉപകാരപ്പെടും. അതിൻ്റെ കൂടെ നിങ്ങൾ ഹെൽത്തി ഫുഡ്സ് ഒക്കെ കഴിക്കുക. ഞാൻ ഈ പാതയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. കാരണം എൻ്റെ ഈ 3-3.5 വർഷം കൊണ്ട് ഞാൻ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കാരണം ഈ 3 കാര്യങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ മസിൽ മാത്രമായിട്ട് കാര്യമില്ല. ഓക്കെ, സോ നിങ്ങൾ ഈ 3 കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഞാനിപ്പോൾ കൂടുതലും ഇപ്പോൾ കോമ്പൗണ്ട് ലിഫ്റ്റും ഈ പറഞ്ഞ സ്റ്റാമിനയും ഈ പറഞ്ഞ മൊബിലിറ്റിയൊക്കെ ഞാൻ ഇപ്പോൾ ഡെയിലി ഫോക്കസ് ചെയ്യേണ്ടത് എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളായിരുന്നു. എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് വെച്ചേക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ വരുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സുലൈ ബൈ.